റിയ, ഞാൻ നേരത്തെ ചോദിച്ച ഇത്ര മാത്രമാണ്. അതായത് ഈ നവകേരള സദസ്സിൽ ഈ ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി എത്തുന്ന കരിങ്കൊടി കാണിക്കുന്നതു അതിന് തൊട്ടു പിന്നാലെ വലിയ അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നൊക്കെ പലയിടങ്ങളിലായി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് കൊച്ചിയിൽ നടന്ന പ്രതിഷേധത്തിൽ അത്തരത്തിലൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഇവരുടെ പശ്ചാത്തലമോ മറ്റോ എന്തെങ്കിലും ഇങ്ങനെയുള്ള ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഒരു വകുപ്പ് ഈ പ്രവർത്തകർക്കെതിരെ ചുമത്താൻ, പ്രതിഷേധക്കാർക്കെതിരെ ചുമത്താൻ എന്തെങ്കിലും ഒരു സാധ്യതയൊക്കെ എന്താണ് പോലീസിന് മുൻപിൽ ഉള്ളത്? അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? പക്ഷേ ആ ഘട്ടത്തിലുള്ള ഒരു മറുപടിയും ഒരു വിശദീകരണം നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടില്ല. സംഭവിച്ചത് തൃക്കാക്കരയിലെ നവകേരള സദസ്സിനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും വൈകുന്നേരം, അതായത് 3 മണിക്ക് ആരംഭിച്ച നവകേരള സദസ്സിനായി മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും എത്തുമ്പോൾ ആ വാഹനത്തിന് നേരെയാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. ഈ പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ ഏതാണ്ട് 200 മീറ്റർ അപ്പുറത്ത് വെച്ചാണ് ഈ പ്രവർത്തകർ വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിച്ചത്. ആ പ്രവർത്തകർ, അതായത് 7 പ്രവർത്തകരെയായിരുന്നു പോലീസ് ആ ഘട്ടത്തിൽ കസ്റ്റഡിയിലെടുത്തത്. തൃക്കാക്കരയിലെ അടക്കം യൂത്ത് കോൺഗ്രസ് നേതാക്കളടക്കം അറസ്റ്റിലായവരിലുണ്ട്. ആദ്യഘട്ടത്തിൽ ഇവർക്കെതിരെ ജാമ്യമുള്ള വകുപ്പുകൾ ചുമത്തുകയും പിന്നീട് ജാമ്യമില്ലാ വകുപ്പുകളായി അത് മാറ്റുകയും ചെയ്തുവെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതായത് നിയോജക മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾക്കെതിരെയായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്യുകയും അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. ഇവർ മുമ്പ് കേസുകളിൽ പ്രതിയാണോ തുടങ്ങിയ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ അറിയില്ല. പക്ഷേ പിന്നീട് ഇവർക്കെതിരെ, അതായത് പോലീസിനെ കയ്യേറ്റം ചെയ്തത് അടക്കമുള്ള ചില വകുപ്പുകൾ കൂട്ടിച്ചേർത്തുവെന്നും അങ്ങനെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പ്രവർത്തകരെ റിമാൻഡ് ചെയ്യാനുള്ള നീക്കം പോലീസ് നടത്തുകയും ചെയ്തുവെന്നും അതിനെതിരെയാണ് MLA-മാരടക്കമുള്ളവർ പ്രതിഷേധമായി ഇവിടേക്ക് എത്തുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ TJ വിനോദ് MLA യും ഉമാ തോമസും ഒപ്പം തന്നെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസുമാണ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് സമരം ചെയ്തത്. പിന്നീട് ഹൈബീഡൻ MP എതിരെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പ്രവർത്തകരെ വിട്ടയക്കുവരെ ഈ സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടേക്കെത്തി. അൻവർ സാദത്ത് MLA കൂടി എത്തിയതോടെ ഈ പ്രതിഷേധം ശക്തമായി. എത്ര ദിവസം വേണമെങ്കിലും ഈ പ്രതിഷേധം തുടരും, പ്രവർത്തകരെ വിട്ടയച്ചെങ്കിൽ ഈ പ്രതിഷേധം തുടരുമെന്നാണ് DCC പ്രസിഡന്റും MP-മാരും MLA-മാരും ആവർത്തിക്കുന്നത്. ഇതിൽ കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നതും ജനപ്രതിനിധികൾ പറയുന്നതും ഇതാണ്. അതായത് CPM-ന്റെയും ചില ഇടത് നേതാക്കളുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പോലീസ് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തത്. സമാധാനപരമായ കരിങ്കൊടി പ്രതിഷേധമായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയത്. പക്ഷേ ഈ തരത്തിൽ നേരിടുക എന്നുള്ളത് അംഗീകരിക്കാനാകില്ല. ഇങ്ങനെയെങ്കിൽ നാളെ നടക്കാനിരിക്കുന്ന നവകേരള സദസ്സിന് മുമ്പിൽ വലിയ പ്രതിഷേധം നടത്തുമെന്ന് ജനപ്രതിനിധികൾ പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഇവിടെ നമുക്കൊരു കാര്യം വ്യക്തമാണ്, ഈ അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ ജാമ്യത്തിൽ വിട്ടയക്കുന്നത് വരെ സമരം മുന്നോട്ട് കൊണ്ടുപോകാമെന്നൊരു ഉറച്ച നിലപാടിലാണ് കോൺഗ്രസിന്റെ ജനപ്രതിനിധികളുള്ളത്. ഏത് വകുപ്പുകളാണ് പ്രവർത്തകർക്കെതിരെ ചുമത്തിയതെന്നും ഈ കേസിനെ പോലീസ് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതുമാണ് ഇനി നോക്കിക്കാണേണ്ടത്. ഈ കരിങ്കൊടി പ്രതിഷേധം എന്നത് ഈ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ഒരു രീതിയിൽ നിന്ന് മാറി ഇപ്പോൾ ഇത് ഒരു വലിയ സമരമായി കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മാറിയിരിക്കുന്നത്. റോഡ് ഉപരോധിച്ചുകൊണ്ട്, മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചുകൊണ്ട് വലിയ പ്രതിഷേധമായി ഇവർ മുന്നോട്ട് കൊണ്ടുപോയി. ഏതാണ്ട് 1 മണിക്കൂറിനടുത്ത് റോഡ് ഉപരോധിച്ചുള്ള വലിയൊരു സമരമായി ഈ സമരത്തെ പോലീസ് കൊണ്ടുപോയി. പക്ഷേ ഈ ഘട്ടത്തിൽ റോഡ് ഉപരോധത്തിൽ നിന്ന് പ്രവർത്തകർ മാറിയിട്ടുണ്ട്. പക്ഷേ സ്റ്റേഷനകത്തും പുറത്തും റോഡിലും പ്രതിഷേധം ശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. പോലീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള ഒത്തുതീർപ്പ് എന്തെങ്കിലും ഉണ്ടോ എന്നത് നമുക്ക് വ്യക്തമല്ല. എന്തായാലും പ്രവർത്തകർ ഉറച്ച നിലപാടിലാണ്, സമരം തുടരും. നേരത്തെ ഹൈബീഡൻ MP പോലീസുകാരുമായിട്ട് സംസാരിക്കാൻ നമ്മൾ കണ്ടിരുന്നു, പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട്. അതിനുശേഷം ഈ തരത്തിലുള്ള സംസാരത്തിന് പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നു. ഈ ചുമത്തിയ വകുപ്പുകൾ ഏത് എന്നതിനെ പറ്റിയൊക്കെ നേതാക്കൾക്ക് ധാരണയുണ്ടോ? നമുക്ക് അവരുടെ ഒരു പ്രതികരണത്തിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോൾ അവിടെ? പ്രവർത്തകരടക്കം ഇവിടെ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് ഒരു പക്ഷേ അവരുടെ ഇതിലേക്ക് കൊണ്ടുപോകാം. ഈ സമരം നിങ്ങൾ തുടരാൻ? തീർച്ചയായിട്ടും സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തകരെ ജാമ്യത്തിൽ വിട്ടേക്കുന്നവരെ തുടർന്നുകൊണ്ടിരിക്കുന്നു.